ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബദാം ഉണ്ടല്ലോ, ബദാം എങ്ങനെ മുളപ്പിച്ച് നമുക്ക് തൈകളാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ബദാം വെള്ളത്തിലിട്ട് മുള വരുന്നത് വരെയുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ് കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ നഷ്ടം വന്നത്, നശിച്ചു പോയി ആ ചെടി. കാരണം പറഞ്ഞാൽ നനവ് കൂടിപ്പോയി, മണ്ണ് ഒത്തിരി കുഴഞ്ഞു പോയിട്ട് ഈ ബദാം ചീഞ്ഞു പോയി. അങ്ങനെ നമുക്ക് ആ തൈ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ബദാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബദാം 3 ദിവസം നമ്മൾ വെള്ളത്തിലിടണം. എല്ലാ ദിവസവും നമ്മൾ വെള്ളം മാറ്റണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇത് പഴയ വീഡിയോയിൽ കാണിച്ചേക്കണം തന്നെയാണ്, എന്നാലും ഞാൻ ഒന്നും കൂടിയും പറയാം. അപ്പോൾ നമുക്ക് എത്ര ബദാമിൻ്റെ തൈയാണോ വേണ്ടത്, അത് എല്ലാം ഒന്നും നമുക്ക് കിട്ടില്ല കേട്ടോ. ചിലപ്പോൾ 3 ഇട്ട് ചിലപ്പോൾ ഒരു തൈയൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. എന്നാലും നമ്മളൊരു 3-4 എടുത്ത് വെള്ളത്തിലിടുക. അതിനുശേഷം ഇത് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലോ രാവിലെയോ വെള്ളം മാറ്റിക്കളയുക. പുതിയ വെള്ളം വയ്ക്കുക, അല്ലെങ്കിൽ ഫംഗസ് വന്നിട്ട് നമ്മുടെ ഈ ബദാം ചീഞ്ഞു പോകും. അപ്പോൾ എല്ലാ ദിവസവും പുതിയ വെള്ളമാക്കിയതിന് ശേഷം 3 ദിവസത്തിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എയർ ടൈറ്റായിട്ടുള്ള ഇതേപോലത്തെ ചെറിയ എന്തെങ്കിലും ഒരു ബോക്സ്, എയർ ടൈറ്റായിട്ടുള്ളൊരു ബോക്സ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബോക്സുകൾ തന്നെ വേണമെന്നില്ല, നമുക്ക് ഈ സിപ്ലോക്ക് കവറുകളൊക്കെ കിട്ടുമല്ലോ, ഒട്ടും എയർ കയറാത്ത ടൈപ്പിലുള്ള കവറുകൾ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ചെറിയ ബോക്സുകൾ, ടിന്നുകൾ എന്തെങ്കിലും മതി, എയർ ടൈറ്റ് ആയിരിക്കണം എന്ന് മാത്രം. പിന്നെ ഒരിക്കലും നമ്മൾ ഈ ബദാം നേരിട്ട് കുതിർത്തിയിട്ട് നമ്മൾ മണ്ണിലോട്ട് നട്ടാൽ ഒരിക്കലും മുളയ്ക്കാറില്ല. ഞാൻ ഒത്തിരി പ്രാവശ്യം ശ്രമിച്ചേക്കണതാണ്, പക്ഷേ ഇതുവരെ മുളച്ചിട്ടില്ല. കാരണം പറഞ്ഞാൽ അത് ചീഞ്ഞു പോവുക ചെയ്യുക. അപ്പോൾ ഈ ബദാം മുളയ്ക്കാനായിട്ട് നമുക്ക് നല്ല തണുത്ത അന്തരീക്ഷമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതുപോലത്തെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഞാനൊരു ടിഷ്യൂ പേപ്പർ 4 മടക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇതൊന്ന് നമുക്ക് നനച്ചെടുക്കണം. ഞാനിതിപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗം ഇതിലോട്ട് ഇറക്കി വെക്കുകയാണ്. അതിനുശേഷം ഞാനിത് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ വെള്ളത്തിൽ മുക്കി ഒന്നും എടുക്കണ്ട, നമ്മളിത് ഇതേപോലെ സ്പ്രേ ചെയ്ത് ഈ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ മുളപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ബദാം ഇതിൻ്റെ അകത്തേക്ക് വെക്കുക ചെയ്യാം. ഇതേപോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ വെക്കാം. ഈ ബാലൻസ് വരുന്ന ടിഷ്യൂ പേപ്പർ നമുക്കിതിൻ്റെ അകത്തോട്ട് തന്നെ ഇങ്ങനെ തന്നെ മടക്കി വെക്കാം. മടക്കി വെച്ചിട്ട് ഈ മുകൾ ഭാഗത്തും നമുക്കിതേപോലെ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇത് നന്നായിട്ട് അടച്ചു വെക്കുക എന്നുള്ളതാണ്. നമുക്കിതൊന്ന് ടൈറ്റായിട്ട് അടച്ച്, ഒട്ടും എയർ കയറാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് അടച്ചിടണം. അല്ലാതെ നമുക്ക് ടിന്നുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. സിപ്ലോക്ക് കവറാണെങ്കിൽ നമ്മൾ സിപ്പ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. ഇനി നമ്മളിത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒരു 25 ദിവസത്തിന് ശേഷം മാത്രമേ നമ്മൾ തുറന്ന് നോക്കാവൂ. അത് തുറന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ കടല, പയറൊക്കെ നമ്മൾ മുളപ്പിച്ചെടുക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ മുള വന്നിട്ടുണ്ടാവും, വെള്ള മുള വന്നിട്ടുണ്ടാവും. ആ മുളയുള്ള ഭാഗം നമ്മൾ മണ്ണിലോട്ട് താഴേക്ക് താഴ്ത്തി വെക്കുക ചെയ്യേണ്ടത്. നമ്മൾ കീപ്പോട്ട് മുള വരുന്ന ഭാഗം മണ്ണിൻ്റെ അകത്തോട്ട് താഴേക്ക് വെക്കുക. അപ്പോൾ അവിടം വരെ ഞാൻ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുക്കാം. അതിന് ശേഷമുള്ള ഭാഗമാണിത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ, നമ്മൾ വിത്ത് മുളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് 25 ദിവസം കഴിയുമ്പോൾ മുളച്ചതിന് ശേഷം ആ വിത്ത് മുള വരുന്ന ഭാഗം മണ്ണിൻ്റെ അടിയിലോട്ട് കമിഴ്ത്തി വെച്ച് കംപ്ലീറ്റ് ആയിട്ട് മൂടാറില്ല. നമ്മൾ ഇത് ഇപ്പോൾ ഇട്ട് കൊടുത്തേക്കണ മണ്ണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ചകിരിച്ചോറും മണ്ണും കൂടി മിക്സ് ചെയ്ത മണ്ണാണ്, നല്ല ഇളക്കമുള്ള മണ്ണാണ്. അപ്പോൾ അങ്ങനെയുള്ള മണ്ണിലോട്ടാണ് ഞാനിത് നട്ടു കൊടുത്തത്. ഇതിപ്പോൾ ആ ഒരു വിത്തിൽ നിന്ന് തന്നെയാണ് ഇത് 3 തൈ പോലെ ഒരെണ്ണത്തിൽ നിന്ന് തന്നെ മുളച്ച് വന്നേക്കണത്. ഇത് കണ്ടോ. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് ഈ മാതള നാരകത്തിൻ്റെയൊക്കെ ഇല പോലെയാണ് തോന്നുന്നത്. ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ പ്രാവശ്യം മുളപ്പിച്ചു, ഇതേപോലെ നമുക്ക് തൈയായിട്ട് കിട്ടിയില്ല, ചീഞ്ഞു പോയി. രണ്ടാമത് ഞാൻ ചെയ്ത് ഇത്രയും ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഒരു കപ്പിൽ ഞാൻ വിത്ത് മുള വരുന്ന ഭാഗം താഴേക്ക് ആക്കി വെച്ചു. പിന്നീടും 25 ദിവസം കഴിഞ്ഞിട്ടുള്ള വളർച്ചയാണ് കാണുന്നത്. 25 ദിവസം കൊണ്ട് നമ്മുടെ ഈ ബദാം തൈ ഇത്രയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കറിയില്ലല്ലോ ഇത് എത്രമാത്രം വലുതാവുന്നോ, അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് മണ്ണിലോട്ട് മാറ്റുന്നത്, അങ്ങനെയൊന്നും അറിയില്ല. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇത്രയും ചെറിയ പാത്രമല്ലേ, ഇത് വളരാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇവിടെ ഒരു ക്യാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ പച്ചക്കറിയൊക്കെ നടുന്ന ടൈപ്പ് ക്യാൻ. അതിലോട്ട് ഞാൻ നല്ല രീതിയിൽ ഇതേ കണ്ടോ, മണ്ണ് കണ്ടോ,
നമ്മുടെ ഈ ചിന്തേർ പൊടിയും കരിയിലപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടിട്ടുണ്ട്. മണ്ണ് നല്ല ലൂസാക്കി എടുത്തിട്ടുണ്ട്. ചാണകപ്പൊടി മിക്സ് ചെയ്ത മണ്ണാണ്. ചാണകപ്പൊടിയും അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും മിക്സ് ചെയ്ത മണ്ണാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തോട്ടാണ് കേട്ടോ ഈ തൈ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒത്തിരി വെയിൽ, ഇതിപ്പോൾ എന്ന് വെച്ചാൽ പകുതി സമയം വെയിൽ കൊള്ളുന്ന സ്ഥലത്തായിരുന്നു നമ്മൾ ഈ തൈ വെച്ചിരുന്നത്. അപ്പോൾ വെയിൽ കൊണ്ടാലും പ്രശ്നമൊന്നുമില്ല എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അത്യാവശ്യം വെയിലുള്ള സ്ഥലത്ത് തന്നെ അത് വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസത്തേക്ക് നമുക്കൊന്ന് ഷെയ്ഡിലോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് നല്ല വെയിലത്ത് തന്നെ വെച്ച് നോക്കാം. ബാക്കിയുള്ള ഭാഗം ഞാൻ ഇനി അടുത്ത വീഡിയോസിലൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തൈ ഒന്ന് ഇളക്കിയെടുക്കണം. തൈയുടെ ഇത് പോവാത്ത രീതിയിൽ നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു ബദാമിൻ്റെ വേരാണിത്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കാം. ഞാൻ വേരൊന്നും കളയാതെ അങ്ങനെ തന്നെ അത് കണ്ടോ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. നല്ലോണം നല്ല വലിയ വേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ എങ്ങനെയാണ് ഇത് വളരുക എന്നുള്ളത്. അപ്പം നല്ല രീതിയിൽ വേരുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഇപ്പോൾ നമുക്ക് ഈ ക്യാനിൽ വന്ന് കഴിയുമ്പോൾ അതിലും തിങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാവധാനം മണ്ണിലോട്ട് മാറ്റി നടാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിത് ക്യാനിലോട്ട് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ക്യാനിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ മണ്ണൊട്ടും പോകാത്ത രീതിയിൽ, വേരും പോകാത്ത രീതിയിൽ വെച്ച് കൊടുക്കുകയാണ്. ഈ ബദാമിൻ്റെ ആ പരിപ്പൊക്കെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ബദാമിൻ്റെ ആ നമ്മൾ നട്ട് കൊടുക്കുമ്പോൾ മുളച്ച് വരുന്ന പരിപ്പ് ഭാഗം ഉണ്ടല്ലോ, അതും ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അതൊന്നും ഞാൻ അടർത്തി കളഞ്ഞിട്ടില്ല കേട്ടോ. ദേ കണ്ടോ. അപ്പോൾ ഞാൻ ദേ ഒട്ടും അനക്കം തട്ടാത്ത രീതിയിൽ ക്യാനിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ അതിന് വലിയ വലിയ വേരുകൾ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒത്തിരി ആകാംക്ഷയുണ്ട്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഇത് എവിടെ എങ്ങനെയാവും, എന്തോരം വളർച്ചയാവും എന്നുള്ളത് ഇനിയുള്ള വീഡിയോസിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ചെടി നട്ടു. ഇനി നമുക്ക് നനച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളം കെട്ടാതെ ഇപ്പം ഞാൻ നല്ല നനവിലാണ് കേട്ടോ അത് വെച്ചിരുന്നത്. അത്യാവശ്യം നല്ല നനവുള്ള മണ്ണായിരുന്നു. ഇപ്പോൾ ഈ മണ്ണിനും നല്ല നനവുണ്ട്. അപ്പോൾ ഞാൻ നട്ട ഉടനെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഭാഗങ്ങൾ നമുക്ക് പിന്നീടുള്ള വീഡിയോസിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പുതിയ പുതിയ കൃഷികൾ ചെയ്യാൻ ഒരാകാംക്ഷയാണല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് നാളായി ശ്രമിക്കണു ഈ ബദാം ഒന്ന് മുളപ്പിച്ചൊരു തൈയായിട്ട് കാണാനായിട്ട്. കുറേ പ്രാവശ്യം ശ്രമിച്ചു. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാതെ മണ്ണിലിട്ട് നോക്കി, മുളച്ചില്ല. ആദ്യത്തെ പ്രാവശ്യം ചെയ്തു, തൈ കിട്ടിയില്ല. ഇപ്പം നമ്മൾ ചെയ്തപ്പോൾ തൈ ഇത്രയായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്